പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നിന്ന് ജോഷിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു, സുഖമാണെന്ന് കരുതുന്നു. അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സീസൺ ഓഫ് ക്രിസ്മസ് ആത്മീയവും ഭൗതികവുമായ ഒത്തിരി ആഘോഷങ്ങൾ, ഒത്തിരി സന്തോഷങ്ങൾ നൽകുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി ആഘോഷിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഒക്കെ ഈ തിരുനാളിൻ്റെ അന്തസത്ത മറന്നു പോകാതിരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പരിശ്രമിക്കാം. ക്രിസ്മസ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് അൺകണ്ടീഷണൽ ലവ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് സ്നേഹത്തെക്കുറിച്ച് ലഭിക്കാനുള്ള എല്ലാ വെളിപാടുകളും ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് കണ്ടീഷണൽ ലവ് ആണ്. മനുഷ്യ സഹജമാണ് ഈ കണ്ടീഷണൽ ലവ്. നമ്മെ ദൈവത്തോളം വളർത്താൻ, ദൈവസ്നേഹത്തോളം ഉയർത്താൻ നമുക്ക് ലഭിച്ച തിരുനാളാണ് ക്രിസ്മസ്. ഈ സീസണിൽ ദൈവം നമുക്ക് തന്ന ഈ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, അത് നമ്മുടെ മാനുഷിക പ്രകൃതിയിൽ ഒന്ന് വ്യാപരിപ്പിക്കാൻ, പ്രാവർത്തികമാക്കാൻ നമുക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഈ തിരുനാളിൻ്റെ അന്തസത്ത മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദിവ്യരക്ഷാലയത്തിൻ്റെയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ്റെയും പ്രത്യാശാഭവൻ്റെയും ദിവ്യം ഫൗണ്ടേഷൻ്റെയും പേരിൽ ആത്മാർത്ഥമായി ക്രിസ്മസ് നവവത്സര ആശംസകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഈ സീസണിൽ നിങ്ങൾക്കൊരു സമ്മാനം, നിങ്ങൾക്കൊരു ക്രിസ്മസ് സമ്മാനമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുക്കിയ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം സമർപ്പിക്കുന്നു. അത് കാണുകയും ആസ്വദിക്കുകയും അതിൻ്റെ ആശയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. 2000 വർഷം മുൻപ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ ജനിച്ചു. പാപികളെ സ്നേഹിക്കാനും ദരിദ്രരെ സഹായിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ദൈവം തന്നെ ഭൂമിയിൽ അവതരിച്ചു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കുന്നു. ഭവനങ്ങൾ തോറും പുൽക്കൂടൊരുക്കുകയും നക്ഷത്രങ്ങൾ തൂക്കുകയും അവൻ ഭൂമിയിൽ വന്ന ദിവസത്തെ എതിരേൽക്കുന്നു. അതിനായി ധാരാളം പണം വാരിക്കോരി ചിലവാക്കുന്നു. സത്യത്തിൽ എന്താണ് ക്രിസ്തുമസ്? ചുറ്റുമുള്ള വേദനിക്കുന്നവരെ കാണുന്നതല്ലേ ക്രിസ്തുമസ്? അവരെ സഹായിക്കുന്നതല്ലേ ക്രിസ്തുമസ്? പാവപ്പെട്ടവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടുവെന്നാണ് ഈശോ പറഞ്ഞത്. ഭൂമിയിൽ സ്വർഗത്തിന്റെ മുൻ അനുഭവമാണ് തിരുക്കുടുംബം. അപ്പോൾ നമ്മുടെ പുൽക്കൂട്ടിലും തിരുക്കുടുംബം വരേണ്ടതല്ലേ? നമ്മുടെ വീട്ടിലും തിരുക്കുടുംബം എത്തേണ്ടതല്ലേ? ഉണ്ണീശോയും മാതാവും യോസേപ്പ് പിതാവും നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കാം. അമ്മ ഇപ്രാവശ്യം പുൽക്കൂട ഉണ്ടാക്കുവോ? ജോർജ്, എന്താ അമ്മേ? ഈ വർഷമെങ്കിലും ഒരു പുൽക്കൂട് കെട്ടണേ. ടൂറൊക്കെ പിന്നീടാവട്ടെ, അതങ്ങ് മാറ്റി വെയ്യുമോനെ. എന്തുമാത്രം പണമാ ദൂർത്തടിക്കുന്നേ. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? വല്ലപ്പോഴും ആഘോഷിക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അതിന് ആ സമയത്ത് പുൽക്കൂടും കെട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആ സമയത്ത് അടിച്ചു പൊളിക്കാന്നേ. ആയിക്കോട്ടെ, ദൈവത്തെ മറന്നിട്ട് വേണോ മോനെ ആഘോഷങ്ങള്? അല്ല, ഇപ്പൊ പുൽക്കൂട് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ണീശോ ഇപ്പൊ ഇങ്ങോട്ട് വണ്ടിയും വിളിച്ചു വരുവോ? ആ വരുവടാ, വരും.
വരും. എനിക്ക് വേണ്ട. വല്യമ്മച്ചി ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അമ്മച്ചി പോവാണേ. അപ്പേ പോവാണേ. ആ പോയിട്ട് വരെ. അതെ, ഇത്തവണ നമുക്ക് ഇവിടെ ക്രിസ്മസ് ആഘോഷിച്ചാലോ? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തോന്ന് ക്രിസ്മസ്? നമുക്ക് വല്ല ടൂറിനും പോയാലോ? അമ്മ ഇത്രയും പറഞ്ഞതല്ലേ, ഏതായാലും നമുക്കിവിടെ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാം. ഒന്നാമത് അമ്മയ്ക്ക് മേലാതിരിക്കുക. ഇത്രയും പ്രായമുള്ള ആളല്ലേ, ഒരാഗ്രഹം പറഞ്ഞപ്പോ നമ്മളല്ലാതെ ആരാ അത് സാധിച്ചു കൊടുക്കാനുള്ളേ? കാണാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായല്ലോ. ഇവൻ പുതിയ ആളാണോ? ആണെന്ന് തോന്നുന്നു. ഇവനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. വാ നമുക്ക് ചോദിച്ചു നോക്കാം. നിന്റെ പേരെന്നാ? എന്റെ പേര് ഏഞ്ചല്. നിന്റെ വീട് എവിടെയാ? ഞാൻ അപ്പുറത്ത് വാടകയ്ക്കാ താമസിക്കണേ. അച്ഛനെന്നാ പണി? പെയിന്റ് അടി ആയിരുന്നു. മേളീന്ന് വീണു. അപ്പൊ ചികിത്സയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാ. നിങ്ങളുടെ പരീക്ഷയൊക്കെ ഇന്ന് തീരൂലേ? അപ്പൊ ഇനി പുൽക്കൂട് കെട്ടണ തിരക്കിലായിരിക്കൂലോ. ഓ, എന്തിനു? ഉണ്ണീശോയെ വരവേൽക്കാൻ. നീ പുൽക്കൂട് കെട്ടിയോ? ഞങ്ങള് ഹൈ റേഞ്ചിലായിരുന്നപ്പോ പുൽക്കൂട് കെട്ടുമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ അച്ഛന് വയ്യ, അതുകൊണ്ട് പുൽക്കൂടൊന്നും കെട്ടണില്ല. പുൽക്കൂട് കെട്ടി കാത്തിരുന്ന ഉണ്ണീശോ വീട്ടിൽ വരും. എടാ, നമുക്ക് ഇത്തവണ പുൽക്കൂട് കെട്ടി നോക്കിയാലോ? ശരിയാടാ, പാവപ്പെട്ടവരെ സഹായിച്ചാൽ ഉണ്ണീശോ വീട്ടിൽ വരുമോ നമുക്ക് നോക്കാം. നമുക്കെന്നാൽ അവന് പുൽക്കൂട് കെട്ടിക്കൊടുക്കാം. നമ്മുടെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് വൈകിട്ട് അവന്റെ വീട്ടിലേക്ക് പോകാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാർ
സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലേരാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല ആരാ എങ്ങോട്ടാ? ഏത് ഏഞ്ചല? ആ വീട്ടിൽ ആരും ഇല്ലല്ലോ. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ. 2 വർഷമായിട്ട് ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ലല്ലോ. ഇപ്പൊ നല്ല രാത്രിയല്ലേ, മക്കള് തിരിച്ചു പോക്കോ. എന്നാലും അത് ആരായിരിക്കും? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ കണ്ടതേ ഉണ്ണീശോയും മാതാവും ഔസപിതാവുമാ. നിങ്ങൾ അവിടെ പോയ പുൽക്കൂട് കെട്ടിക്കൊടുത്തില്ലേ? അങ്ങനെ പുൽക്കൂട് കെട്ടിക്കൊടുത്തോണ്ടാണ് ഉണ്ണീശോ നമ്മുടെ വീട്ടിൽ വന്നേ. അതുകൊണ്ടല്ലേ നമ്മുടെ ഇത്ര നാളും കിടന്ന കിടപ്പിലായിരുന്നു വല്യമ്മച്ചിക്ക് സുഖമായത്. ആണോ പാപ്പാ? അതേടാ മക്കളെ, പുൽക്കൂട് കെട്ടി കാത്തിരുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ണീശോ വരും.